പറക്ക് പുലി പറക്ക് പുലി. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാച്ചുറൽ ട്രാവൽ ലവേഴ്സ് ബ്ലോഗ് നാലോ ട്രാവലയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാനും അനുവും നിൽക്കുന്നത് ശബരിമല ഇടത്താവളമായ നിലയ്ക്കലിലാണ്. ഞങ്ങളൊരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. ഇവിടെ 5 ദിവസം ഉണ്ടാവും. അപ്പോൾ 5 ദിവസം കിട്ടുന്ന കാഴ്ചകളാണ് നിങ്ങളെ കൂടി കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നല്ല മഴയാണ്. ഇപ്പോഴും അല്പം തോർന്ന് നിൽക്കുകയാണ്, എന്നാലും ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ കോടയും ഇറങ്ങുന്നുണ്ട്. ഒരു കട്ടൻ ചായയെ കുടിച്ച് പ്രകൃതിയെ ഇങ്ങനെ നോക്കി ആസ്വദിച്ചിരിക്കാൻ എന്താ സുഖം. ഈ മലനിരകളൊക്കെ കോടയിറങ്ങി മൂടി നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന 90% വാഹനങ്ങളും അയ്യപ്പന്മാരെ പമ്പയിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് തിരികെ വന്ന് കിടക്കുന്നതാണ്. അതുപോലെ തന്നെ 12 സീറ്റ് വരെയുള്ള വാഹനങ്ങൾ മാത്രമേ പമ്പയിലോട്ട് കടത്തി വിടാറുള്ളൂ. അതിന് മുകളിലോട്ടുള്ള വാഹനങ്ങളെല്ലാം ഇവിടെ ആളിനെ ഇറക്കി വിട്ടിട്ട് ഇവിടെ തന്നെ പാർക്ക് ചെയ്യണം. ഇവിടെ ഇറങ്ങുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് പമ്പയിലേക്ക് പോകാനായിട്ട് ഇവിടെ നിന്നും KSRTCയുടെ ഷട്ടിൽ സർവീസ് ഉണ്ട്. ഞങ്ങളങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്ക് മെയിൻ റോഡിലോട്ടൊന്ന് നടക്കുകയാണ്. ഇവിടെ ഈ ആടുമാടുകൾ കാഴ്ചകളൊക്കെ ഒരുപാടുണ്ട്. ഇവിടെ അടുത്ത് എവിടെയോ ഫാം ഉണ്ടെന്ന് പറയുന്ന കേട്ടു. എന്തായാലും അത് പിന്നീട് കാണാം. ഒരു കാട്ട് വന്ന് നിൽക്കുന്നത് കണ്ടോ, നല്ല തടിച്ച് കൊഴുത്തിരിക്കുന്നു. ഇവിടെ ഈ വേസ്റ്റൊക്കെ ഒരുപാട് വരുന്നുണ്ടേ, ഇവർക്ക് ധാരാളം കഴിക്കാനൊക്കെ കിട്ടും. അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ശിവക്ഷേത്രവും ഇവിടെ ഉണ്ട്. ക്ഷേത്രം കണ്ടിട്ട് ഒരുപാട് വർഷം പഴക്കമുള്ളതായിട്ടാണ് തോന്നുന്നത്. 2 നിലകളിലായിട്ടാണ് ഇത് പണിതിരിക്കുന്നത്. പുരാണ കഥകളിലൊക്കെ മഹാദേവൻ്റെ മകനായിട്ടാണല്ലോ അയ്യപ്പനെ പരാമർശിക്കുന്നത്. അപ്പോൾ അയ്യപ്പന് ദുഷ്ടശക്തികളോട് പോരാടി വിജയിക്കുവാനുള്ള ശക്തിയൊക്കെ പകർന്നു കൊടുത്തത് ഈ മഹാദേവനാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇനി നമുക്ക് മെയിൻ റോഡിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് പ്രവേശന കവാടം. വളരെ മനോഹരമായി തന്നെ അത് പണിതീർത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. വിശ്വാസികളെ അകത്തേക്ക് ആനയിച്ചുകൊണ്ട് ഓട്ടുവിളക്ക് ഏന്തി നിൽക്കുന്ന നാരിമാരുടെ പ്രതിമകളൊക്കെ ഈ പ്രവേശന കവാടത്തിലുള്ളൊരു KSRTC വരുന്നു. ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വിശ്വസിച്ചിട്ട് ആരും എണ്ണയൊന്നും അടിക്കാതെ ഇങ്ങോട്ട് വന്നേക്കരുത്. ചിലപ്പോൾ പണി കിട്ടും. മിക്കപ്പോഴും അതിൽ എണ്ണയൊന്നും കാണാറില്ല. ഇവിടെ അടുത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. പഞ്ചായത്ത് മെമ്പറും ടീമൊക്കെ അങ്ങോട്ട് പോയിരിക്കുന്നത് കണ്ടു. മഴ മാറുമ്പോൾ നമുക്കും അങ്ങോട്ട് പോവാം. അങ്ങനെ അല്പസമയം വെയിറ്റ് ചെയ്തു. മഴ മാറി. ഇനി നമുക്ക് പ്രോഗ്രാം സ്ഥലത്ത് പോയി എന്താണ് ആ പ്രോഗ്രാം എന്ന് നേരിട്ട് കാണാം. ഇതിലേ ബഹുമാനപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട അരുൺചന്ദ്രൻ സാറ്, ബഹുമാനപ്പെട്ട നമ്മുടെ അട്ടത്തോടിൻ്റെ വാർഡ് മെമ്പർ മഞ്ജു പ്രമോദ് മാഡം, ബഹുമാനപ്പെട്ട സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ വിനയൻ സാറ്, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, പ്രിയ സ്നേഹമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ, നമ്മുടെ ഈ വർഷത്തെ നമ്മൾ ഇതിൻ്റെ ഒരു ആമുഖമായിട്ട് ഇച്ചിരി കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ കേരള വനങ്ങൾ ഈ സമയത്ത് പ്ലാന്റിങ് സമയങ്ങളാണ്. കേരളത്തിലെ വനം തുറസായ സ്ഥലങ്ങളിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ സർക്കാർ ഒരു പുതിയ നൂതന മാർഗം സംവിധാനം ആവിഷ്കരിച്ചതാണ്. നമ്മൾ ഈ കാണുന്ന ഗോളിനകത്ത് വിത്താണ് ഇരിക്കുന്നത്, വൃക്ഷങ്ങളുടെ വിത്താണ് ഇരിക്കുന്നത്. ഈ വിത്ത് നമ്മൾ ദൂര സ്ഥലങ്ങളിലേക്ക് ഇവിടെ നിന്ന് എറിഞ്ഞ് തുറസായ സ്ഥലങ്ങളിൽ എറിഞ്ഞ് നിശ്ചയിക്കുക. ഇത് ഫ്രൂട്ട്സ് ഉണ്ട്, പല രീതിയിലുള്ള, അതായത് ആന വന്ന ആനയ്ക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള വിത്തുകളാണ് ഇതിനുള്ളിൽ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ പ്ലാനിങ് സമയമായതുകൊണ്ട് ഈ സമയത്തിൻ്റെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള വനം വകുപ്പ് മന്ത്രി ഇന്നലെ വയനാട്ടിൽ ഉദ്ഘാടനം നടത്തി. അങ്ങനെ നാലോ ട്രാലോ ടീമിന് വേണ്ടി നമ്മളും ഒരു വിത്തെറിഞ്ഞു. നമ്മുടെ പേരിൽ ഒരു വൃക്ഷം വളർന്നു വരും. ഇവിടെ അടുത്തൊരു ഗവൺമെൻറ് ട്രൈബൽ സ്കൂളുണ്ട്, അതുകൂടി കാണിക്കാം. നല്ല കോട ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതാണ് ട്രൈബൽ സ്കൂൾ. ഇനി നമ്മൾ വന്ന വഴിയിലുള്ള ചില കാഴ്ചകൾ കണ്ടുകൊണ്ട് അടുത്ത സ്ഥലം കാണാൻ പോകാം.
ഇങ്ങനെ പേടിക്കല്ലടാ. നമ്മളിപ്പം പോകുന്നത് മ്ലാവും ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലം കാണാനാണേ. ഒരു കമ്പിളിപ്പുഴു കൊള്ളാലത്, നല്ല രസമുണ്ടല്ലേ. ഇത് വല്ലാത്ത കമ്പിളി തന്നെ. ഞാൻ ചുമ്മാ പറഞ്ഞാണേ കമ്പിളിപ്പുഴുവെന്ന്. ഇതിൻ്റെ പേര് കൃത്യമായി അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യണേ. ഇവിടെ വഴിയിൽ ഒരു മരം പിഴുത് കിടക്കുന്നുണ്ട്. ഇന്നലത്തെ കാറ്റത്ത് വീണതായിരിക്കും. ആന 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 കുറച്ച് ദൂരെയായിട്ടൊരു കാട്ടാനെ കൂട്ടം ഇറങ്ങിയിട്ടുണ്ട്. ഇത് സൂം ചെയ്തെടുത്തതാണ്. ഇവിടെ അയ്യപ്പന്മാർ കൊണ്ട് ഇടുന്ന മാലയും മറ്റ് പൂജാദ്രവ്യങ്ങളുടെ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിക്കാൻ വേണ്ടി വരുന്നതാണ്. കണ്ടിട്ട് ഒരു ആന ഫാമിലിയാണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. ഇന്നലെ നമ്മൾ ആനയെ കാണാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് തുടങ്ങിയ മഴയാണ്, ഇതുവരെ തോർന്നിട്ടില്ല. നല്ല തണുപ്പ്. ഒരു ചായ കുടിക്കണമെന്നുണ്ട്. ഇവിടെ നിന്ന് ഈ റോഡിനപ്പുറം പോയാലേ സംഭവം കിട്ടുള്ളൂ. ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ റോഡിനപ്പുറത്ത്, അതാണ് ഇപ്പോഴുള്ള ഏക ആശ്രയം, ഹോട്ടൽ. സീസൺ സമയത്ത് ഒരുപാട് കടകൾ വരുമെങ്കിലും ഇപ്പോഴും നിലവിൽ ഇത് മാത്രമേ ഉള്ളൂ. നല്ല മഴ. ഞങ്ങളങ്ങനെ നേരത്തെ കാണിച്ച ആ ഹോട്ടലിൽ പോയി ചായയും ഭക്ഷണമൊക്കെ കഴിച്ചു. റൂമിൽ വന്ന് കുറേ സമയം കിടന്നു. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് മഴ മാറി. ഇപ്പം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ കാണുന്നൊരു പുതിയ കെട്ടിടമാണേ പണി കിടന്നുകൊണ്ടിരിക്കുന്ന. നല്ല കോടയുണ്ട് കേട്ടോ, നല്ല കോട. അതേപോലെ നല്ല തണുപ്പുമുണ്ട്. കോട ഇറങ്ങിയത് കൊണ്ടായിരിക്കും എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊന്നും കൃഷി സ്ഥലമല്ലേ, തട്ടുതട്ടായിട്ട് തിരിച്ചിരിക്കുന്നുണ്ട കൃഷി സ്ഥലമെന്ന് തോന്നുന്നു. പക്ഷേ അല്ല, പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കുന്നതാണ്. ഈ കാട് പിടിച്ചിരിക്കുന്ന സ്ഥലമെല്ലാം പാർക്കിംഗ് ഏരിയയാണ്. സീസൺ ആകുമ്പോൾ ഇവിടെയൊന്നും കാല് കുത്താൻ സ്ഥലം കിട്ടൂല. ഇവിടെ നല്ല ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഓരോരുത്തർ നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറേ സമയം കൊണ്ട് റൂമിലല്ലേ. നേരത്തെ നമ്മൾ നല്ല വ്യക്തമായിട്ട് കണ്ട മലനിരകളൊക്കെ ഇപ്പം അവ്യക്തമായിട്ടുണ്ട്. നല്ല സുഖമുണ്ട് നടക്കാൻ. വീണ്ടും മഴ തുടങ്ങി. ഈ കാട് പിടിച്ച് കിടക്കുന്ന ഈ സ്ഥലമെല്ലാം പാർക്കിംഗ് ഏരിയയാണ് കേട്ടോ. ഈ മുന്നിൽ കാണുന്നത് ഒരു ഫാമാണേ. നമ്മൾ വന്നിറങ്ങിയപ്പോൾ ആടുപാടുകളെ കണ്ടില്ലേ, അപ്പോൾ അവർ ഇവിടെയുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഇവിടെ ആരെയും കാണുന്നില്ല, ഒരു മേയാൻ പോയിട്ടുണ്ടാവും. അതിനിയിപ്പോൾ മഴ പെയ്തുകൊണ്ട് ഏതെങ്കിലും കടയുടെ സൈഡിലൊക്കെ കയറി നിൽക്കുകയായിരിക്കും. അപ്പം ഇങ്ങോട്ട് നമ്മൾ നടന്നത് ഈ ഭാഗത്ത് നല്ല പുൽത്തകടി ആയതുകൊണ്ട് ഇവിടെ മ്ലാവ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഇങ്ങോട്ട് വന്നത്. നമ്മൾ നേരത്തെ കാണാൻ പോയിട്ട് നമുക്ക് മ്ലാവിനെ കണ്ടില്ല, പകരം നമ്മൾ ആനയെ കണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഈ പുൽത്തകടി ഇങ്ങനെ കാണുന്നത്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ പാർക്കിംഗ് സ്പേസാണ്. മഴ തകർക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മ്ലാവ് ഉണ്ടാവുമെന്ന് സംശയമാണ്. എന്തായാലും നമുക്ക് നോക്കാം. മൊത്തം കോട ഇറങ്ങി കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് നിന്നാലും നമുക്ക് കാണാൻ പറ്റില്ല. ഇതിപ്പം മ്ലാവിനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെയൊക്കെ നമ്മൾ തിരഞ്ഞു നോക്കിയിട്ടും മ്ലാവും ഇല്ല, മാനും ഇല്ല, ഒന്നുമില്ല. ഇവിടെ അധിക സമയം നിൽക്കണ്ട, നല്ല തണുപ്പ്. മഴ കാരണം നമ്മുടെ ഒരേ ദിവസം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ശബ്ദം കേൾക്കുന്നില്ലേ. അപ്പോൾ ഇതാണ് നിലയ്ക്കലിൻ്റെ രാത്രിയിലത്തെ ഒരു കാഴ്ച. ഇപ്പോഴും സമയം 10:30 മണിയായി. 10:30 മണിയായപ്പോഴത്തേക്കും മഴയൊന്ന് ശമിച്ചു. കുറേ പന്നിക്കൂട്ടങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ, വേസ്റ്റ് തിന്നാനായിട്ട്. അവർക്ക് ഞങ്ങളെ കണ്ടിട്ട് ഭയമൊന്നുമില്ല. കാരണം ഇവിടെ ആൾക്കാരെ കണ്ട് കിടക്കുന്നതുകൊണ്ട് അവർക്കങ്ങനെ പ്രത്യേകിച്ച് ഭയമൊന്നുമില്ല. എന്തായാലും കുറേ വേസ്റ്റുകളൊക്കെ അവരെ തിന്നങ്ങ് തീർക്കും. അങ്ങ് അപ്പുറത്തോട്ട് ഇരുട്ടത്തൊക്കെ ഒരുപാട് പന്നികൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് ഈ ക്യാമറയിലൂടെ കാണാൻ പറ്റുന്നില്ല, പക്ഷേ നമുക്ക് നേരിട്ട് കാണാം. ഇത് പിറ്റേ ദിവസം രാത്രിയാണ് കേട്ടോ. ഞങ്ങൾ പകൽ സമയത്തൊക്കെ വർക്കിലായിരുന്നു. ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ വന്നതെന്നുള്ളത്. അപ്പോൾ വന്നിട്ട് 5 ദിവസമായി. ആടുമാടുകളൊക്കെ ഇവിടെ ഈ ലൈറ്റിൻ്റെ ചുവട്ടിൽ വന്ന് ഇങ്ങനെ കിടക്കുകയാണ്. ഇത്രയും ദിവസം മഴയല്ലായിരുന്നു, ഇപ്പോഴല്ലേ മഴയൊക്കെ ഒന്ന് മാറിയത്. അപ്പം തണുപ്പൊക്കെ മാറാൻ വേണ്ടി അവർ ഒട്ടി കിടക്കുകയാണ്. അയവെട്ടുന്നുണ്ടോ, നല്ല രസമുണ്ട്. ഒത്തിരി പേരുണ്ട്. അവർക്ക് തൊഴുത്തിനെക്കാട്ടി സുഖം ഇതായിരിക്കും. നല്ല വൃത്തിയുണ്ട്, നല്ല ചൂടുമുണ്ട്. എന്താ
ആടുമുണ്ട് മാടുമുണ്ട്, പല ടൈപ്പിൽപ്പെട്ട ഇനത്തിൽപ്പെട്ട ആടുമാടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കൊള്ളാം, കണ്ടോ. നമ്മുടെ ഒരു സുഹൃത്ത് വീഡിയോ കോളിൽ വിളിച്ചിട്ട് വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകളെ ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെടുക്കട്ടാന്നൊക്കെ ചോദിക്കുന്നു. അതുമില്ല, നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കണ്ടോ. കണ്ടോ, ഇത് പ്രത്യേക ടൈപ്പ് കാളയാണ് കേട്ടോ, ഗുജറാത്തി കാളയാണെന്ന് തോന്നുന്നു കൊമ്പൊക്കെ കണ്ടിട്ട്. എല്ലാവരും നല്ല പാൽ ചുരുത്തുന്ന ഇനത്തിൽപ്പെട്ട പശുക്കളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഒരു കാറ് വന്നു. 5-ാം ദിവസം അയ്യപ്പനെ കാണാൻ പോകുന്ന സ്വാമിയാരായിരിക്കും. അവിടെ എന്തോ പുലി എന്തോ ഇറങ്ങിയെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് അങ്ങോട്ട് പോയിട്ട് വരാം. അവിടെ പുലിയാണോ പൂച്ചപ്പുലിയാണോ അവിടെ ഉള്ളത്? പിന്നെ പുലിയെ പൂച്ചപ്പുലിയൊക്കെ ഇറങ്ങുമ്പോൾ ആവശ്യത്തോടെ വരൂല്ലേ എല്ലാവരും. കറക്റ്റ് പുലി ഉണ്ട്. ചാടി മേളിൽ കയറിയതേ ഉള്ളൂ. ആ മേളിൽ കയറിയപ്പോ നീളമുണ്ട്, നല്ല കണ്ണ് തിളങ്ങുന്നുണ്ടോ? ഈ തിളക്കം വേണ്ടത്, കണ്ണ് തിളങ്ങുന്നുണ്ടോ? പൂച്ചക്ക് ഇത്രയും തിളക്കമല്ലോ, പൂച്ചക്ക് ഒരു കളർ ഉണ്ടാവും. അല്ല, ഇത് നടന്ന് നിന്നപ്പം കണ്ടില്ലേ? പുലി ഒരുമിച്ച് ഇത്രയും കൈയടയ്ക്കുന്ന ആരെങ്കിലും തോറ്റോടി. അങ്ങനെ ഈ ഇടത്താവളം കാലിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു.